വിശദമായ വാർത്തകളിലേക്കാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ചോദ്യം ചെയ്യലിനായി ഉടൻ ഹാജരാകും. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും വീണ ടി ഇന്ന് ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൊച്ചിയിലാണ് ഇത്തരത്തിൽ ഹാജരാകുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ന് ഉത്തരം നൽകേണ്ടി വരും വീണ. വിശദാംശങ്ങൾ എങ്ങനെയാണ്? വീണ ടി ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ തന്നെ അവർ തിരുവനന്തപുരത്ത് നിന്നും ED ഓഫീസിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അവരുടെ ഭർത്താവും MLA മുഹമ്മദ് റിയാസും ഒപ്പമുണ്ട്. ഇരുവരും അല്പസമയത്തിനുള്ളിൽ തന്നെ ED ഓഫീസിൽ എത്തിച്ചേരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം കഴിഞ്ഞ 27-ാം തീയതി, മെയ് മാസം 27-ാം തീയതി ആയിരുന്നു വീണയുടെ, അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലാണ് വീണ താമസിക്കുന്ന. അന്നായിരുന്നു ആദ്യ റെയ്ഡ് നടക്കുന്നത്. അവിടെ വെച്ച് പരിശോധന നടത്തിയെങ്കിൽ തന്നെയും കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങളടങ്ങിയ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ചില രേഖകളും ഒക്കെ പിടിച്ചെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ മറുപടി നൽകേണ്ടി വരിക. ഒപ്പം ഏകദേശം ഈ 134 രേഖകളിൽ 70-ലധികം വരുന്നത് ഇമെയിൽ രേഖകളാണ്. ഇമെയിൽ രേഖകൾ കൃത്യമായും വീണ ടിയുടെ കമ്പനിയായ എക്സാലോജിക്കും ഒപ്പം തന്നെ CMRLുമായി നടത്തിയിട്ടുള്ള എഴുത്തുകുത്തുകളാണ്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് വീണ കൈപ്പറ്റിയിട്ടുള്ള സാമ്പത്തികമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ്. അതായത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി 2016 മുതൽ 2026 വരെ CMRLുമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു. കാരണം സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് അല്ലെങ്കിൽ സാങ്കേതികമായ സഹായങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതായിരുന്നു എക്സാലോജിക്ക് നൽകിയിരിക്കുന്ന ഒരു കത്ത് EDക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൈപ്പറ്റിയിരിക്കുന്നത് 2.78 കോടി രൂപയെന്നാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പൈസ കൈപ്പറ്റുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സേവനം നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതായത് ചെയ്യാത്ത സേവനത്തിന് പൈസ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് SFIOയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ED ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വീണ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിൽ തന്നെയും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പിന്മാറുകയായിരുന്നു. അതേസമയം തിങ്കളാഴ്ച മുതൽ തന്നെ EDയുടെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിരുന്നു. അതിൽ പ്രധാനമായും ഈ CMRLൻ്റെ MD ആയ ശശിധരൻ കർത്തയുടെ ഭാര്യ, അതുപോലെ മകൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു. ഇവർക്ക് നിപുണ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി കൂടിയുണ്ട്. ഈ സ്ഥാപനങ്ങളുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങി ഈ വീണ ടിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ CMRLിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CMRLൻ്റെ MD ആയ ശശിധരൻ കർത്തയുടെ ഭാര്യയെയും മകനെയും മകളെയുമൊക്കെ ED ചോദ്യം ചെയ്തത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ വീണയിലേക്ക് അന്വേഷണം എത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. മെയ് 27-ാം തീയതി കേരളത്തിന് അകത്തും പുറത്തുമായി 12 ഇടങ്ങളിലാണ് ED പരിശോധന നടത്തിയത്. അതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വീട്, ഒപ്പം കണ്ണൂരിലെ വീട്, ഇതിനെല്ലാം ഉപരിയായി CMRLൻ്റെ കൊച്ചിയിലുള്ള ഓഫീസുകൾ, ഇവിടങ്ങളിലൊക്കെ തന്നെ അന്ന് ED ഒരേ സമയം പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ആ പരിശോധനയിൽ നിന്നാണ് ഈ വീണയുടെ തിരുവനന്തപുരത്തുള്ള താമസസ്ഥലം, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ നിന്നും അവരുടെ മൊബൈൽ ഫോണും ഒപ്പം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള രേഖകളും പിടിച്ചെടുത്തു. ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ മരവിപ്പിച്ചിരിക്കുകയാണ്. ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കൂടി ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും EDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാകുന്ന രേഖകൾ, അതായത് കോടതിയുടെ സഹായത്തോടു കൂടി തന്നെ SFIOയുടെ കയ്യിൽ നിന്നും കിട്ടിയ രേഖകളുണ്ട്. ആ രേഖകൾ കൂടി വെച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യലിലേക്ക് ഇപ്പോൾ ED കടക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ CMRLും ഒപ്പം തന്നെ എക്സാലോജിക്കുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച് നിൽക്കുന്ന ചില സംശയങ്ങളുണ്ട്, ചില ദുരൂഹതകളുണ്ട്. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ എക്സാലോജിക്കിൻ്റെ ഉടമ കൂടിയായ വീണയെ ചോദ്യം ചെയ്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ED ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത്. അതിനെല്ലാം ഉപരിയായി ഈ ഇടപാടുകൾ കണ്ടെത്താനിടയായ ഒരു സാഹചര്യം CMRLൻ്റെ
ഏകദേശം 200 കോടിയോളം വരുന്ന ചില ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ചില രേഖകളിലുണ്ടായ പിഴവുകൾ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് സമയത്ത് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്താണ് CMRL-ഉം ഒപ്പം തന്നെ എക്സാലോജിക്കുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരം ലഭ്യമാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SFIOയെ അന്വേഷണം നടത്തിയത്. ചെന്നൈയിലേക്ക് വീണയെ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ശേഖരിച്ച് ആണ് ED അന്വേഷണത്തിലേക്ക് കടന്നത്. ആദ്യഘട്ടത്തിൽ സിംഗിൾ ബെഞ്ചും തൊട്ടു പിന്നാലെ ഡിവിഷൻ ബെഞ്ചുമൊക്കെ ചെറിയ തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ സിംഗിൾ ബെഞ്ച് അല്ലെങ്കിൽ വീണ ചോദ്യം ചെയ്യുന്നതിന് സിംഗിൾ ബെഞ്ച് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പെട്ടെന്ന് തന്നെ മാറുകയും അതിന് തൊട്ട് പിന്നാലെ ഡിവിഷൻ ബെഞ്ചിലേക്ക് CMRL എത്തിയെങ്കിൽ തന്നെയും അതിനും ഡിവിഷൻ ബെഞ്ചും EDക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് ED കടന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശശിധരൻ കർത്തയുടെ ഭാര്യയും മക്കളെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് വീണാറ്റിയെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ ഒരു ചോദ്യം ചെയ്യലും ഇന്നത്തെ വീണാറ്റിയുടെ ചോദ്യം ചെയ്യലുമായൊക്കെ ക്രോസ് ചെയ്തതിനു ശേഷമായിരിക്കും ഇനി SITയുടെ അടുത്ത നീക്കമുണ്ടാകുക. അവര് തൽക്കാലം പിന്മാറിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അവർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ബിനോയ്, ഇന്നത്തെ നിർണായകമായ ഈ ഒരു ചോദ്യം ചെയ്യൽ വീണാറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ചോദ്യം ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പണം ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ ഒരു പണം ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ഇന്ന് ചോദിച്ചറിയുന്ന ഒരു നിർണായകമായ ചോദ്യം ചെയ്യലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ശശിധരൻ കർത്തയുടെ ഭാര്യയും മക്കളെയും ഒക്കെ ഇത്തരത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങളും ഇന്ന് വീണാറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിർണായക വിവരങ്ങളും ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷമായിരിക്കും ഇനി അടുത്ത നടപടികളിലോട്ടൊക്കെ ED കടക്കുക. തീർച്ചയായിട്ടും. അതായത് ഈ എക്സാലോജിക്കും CMRL-ഉമായിട്ട് ഏത് തരത്തിൽ അല്ലെങ്കിൽ എങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടാണ് നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് EDയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ വീണ ടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പറയാൻ കഴിയും. കാരണം ഒരു വർഷം മുമ്പാണ് SFIOയെ ഇവരെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തുകയും അന്ന് അന്വേഷണം നടത്തുകയും ചെയ്തത്. പക്ഷേ ആ അന്വേഷണത്തിൽ കിട്ടിയ രേഖകൾ, അതായത് കൃത്യമായി CMRL നിന്നും ഒപ്പം തന്നെ എക്സാലോജി കമ്പനിയിൽ നിന്നുമൊക്കെ പിടിച്ചെടുത്ത 134 രേഖകളുണ്ട്. അതിൽ വ്യക്തമായി വീണയ്ക്കും ഒപ്പം തന്നെ CMRL-നും നൽകിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള കണക്കുകൾ ഉണ്ടായിരുന്നു. ആ കണക്കുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചെയ്യാത്ത സേവനം, അതായത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ചില സാങ്കേതികമായ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് അവരുടെ വാദഗതിയെങ്കിലും പക്ഷേ അത്തരത്തിൽ ഒരു സഹായം നൽകിയിട്ടില്ല എന്നാണ് SFIOയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ കൂടി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ED കൃത്യമായും ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഇതിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ ചോദ്യം ചെയ്യലിൽ, അതായത് CMRL-ന്റെ വിവിധ ചുമതലയുള്ള ആളുകൾ, അത് ശശിധരൻ കർത്തയുടെ മകനുണ്ട്, ഒപ്പം തന്നെ ഭാര്യയുണ്ട്, മകളുണ്ട്, ഇവരിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ കൂടി ശേഖരിച്ചതിന് ശേഷം ഇപ്പോൾ വീണയിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ED ഓഫീസിന് മുന്നിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ED ഓഫീസിന് മുന്നിലേക്ക് അല്ലെങ്കിൽ EDക്ക് മുന്നിലേക്ക് വീണ എത്തിച്ചേരും എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാണ്. എന്തായാലും ഈ ഒരു ചോദ്യം ചെയ്യലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി വലിയ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. കാരണം മെയ് 27-ാം തീയതി ആയിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ എത്തി ED ചോദ്യം ചെയ്തത് വീണയെ. ഒപ്പം തന്നെ അവിടെ പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം CPIM ഉയർത്തിയിരുന്നു. അവിടെ പരിശോധനയ്ക്കെത്തിയ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ തടയുകയും അവർ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും പിന്നീട് ഏകദേശം 25ഓളം പേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോഴും റിമാൻഡിലാണ്. പക്ഷേ അത് വലിയ തരത്തിലെ രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വന്നെങ്കിൽ തന്നെയും ആ രാഷ്ട്രീയ വിഷയം പിന്നീട് ഒരു ചർച്ചയിലേക്ക് കടന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വീണ ടിയുടെ കാര്യത്തിൽ ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ ഒരു പക്ഷേ CPIM പോകാനുള്ള സാധ്യത ഇല്ല. കാരണം പാർട്ടിയുടെ നിലപാടനുസരിച്ച് പിണറായി വിജയൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് EDയുടെ ഭാഗത്തുണ്ടാവുകയാണെങ്കിൽ മാത്രം ഒരു
പ്രതിരോധമോ അല്ലെങ്കിൽ പ്രതിഷേധമോ തീർത്താൽ മതിയാകും എന്നുള്ള നിലപാടിലേക്കാണ് CPIM പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ കൊച്ചി ED ഓഫീസിന് മുന്നിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ തന്നെയും വലിയ പ്രതിഷേധമോ അല്ലെങ്കിൽ പ്രതിരോധമോ ഒന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അത്തരത്തിലൊരു നീക്കങ്ങൾക്കും ഇടയില്ല. എന്നിരുന്നാൽ തന്നെയും വലിയ തരത്തിലുള്ള ഒരു സുരക്ഷ തന്നെ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും കേന്ദ്രസേന ഉൾപ്പെടെയുള്ളവരും അവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ED ഓഫീസിന് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളുണ്ടായപ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളുണ്ടായ സാഹചര്യത്തിൽ ED ഡയറക്ടർ തന്നെ നേരെ കൊച്ചി ഓഫീസിലേക്ക് എത്തുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ച് ED ഡയറക്ടർ തന്നെ പരിശോധന നടത്തുന്നു. അതിനുശേഷമാണ് സമൻസ് നൽകാൻ തീരുമാനിക്കുന്നതും ഒപ്പം ED ഓഫീസിലേക്ക് ഇവരെല്ലാം വിളിച്ചു വരുത്താനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നതും. കേസിൻ്റെ അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ തന്നെയാണ് ഇപ്പോൾ EDയുടെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് ഈ CMRലെ ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകളെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ വീണയെയും വളരെ വേഗത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ EDയുടെ ഒരു നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ വീണയും ഒപ്പം തന്നെ അവരുടെ ഭർത്താവ് മുഹമ്മദ് റിയാസും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളെ ആയിരുന്നു ചോദ്യം ചെയ്തത്. കാരണം അതിനകത്ത് 2-3 CMRലുമായി ബന്ധപ്പെട്ട 2 കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. അതിൽ നിപുണ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനവും ഈ എക്സാലോജിക്കുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇവർ തങ്ങളുള്ള സാമ്പത്തിക ഇടപാടുകൾ വല്ലതും നടത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള ചോദ്യം ചെയ്യൽ ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. അങ്ങനെ വ്യാപകമായ തരത്തിൽ EDയുടെ ചോദ്യം ചെയ്യൽ വിവിധ ആളുകളെ കേന്ദ്രീകരിച്ച് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു നിർണായകമായ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും. കാരണം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആണ് 2016 മുതൽ 2020 വരെയാണ് വീണയുടെ എക്സാലോജിക്കും ഒപ്പം തന്നെ CMRലുമായിട്ടുണ്ടാകുന്ന ഇടപാടുകൾ നടക്കുന്നത്. ഈ ഇടപാടുകൾ അതായത് ഒരു മാസം 8 ലക്ഷം രൂപ വീതം 2 പേർക്കും അതായത് CMRലിനും വീണയ്ക്കും ലഭിച്ചിരുന്നു. പക്ഷേ ഇവർ എന്തൊക്കെ സേവനം നൽകിയിരുന്നു, ഇവർക്ക് സേവനത്തിന് അല്ലെങ്കിൽ ഈ നൽകിയിരിക്കുന്ന തുക എന്തിനു വേണ്ടിയാണ് ഈ എക്സാലോജിക്കിൻ്റെ ഉടമയായ ഈ വീണ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ആ പൈസ വിനിയോഗിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ EDക്ക് അറിയേണ്ടതായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ED ഈ വിവരങ്ങളെ കുറിച്ചൊരു വ്യക്തത ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടിയായി ഇത് മാറപ്പെടും. നിലവിൽ എക്സാലോജിക്ക് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ബംഗളൂരു ആസ്ഥാനമാക്കി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ തന്നെയും ഈ നിലവിൽ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് കമ്പനി ആയിരുന്നു. ഇതിൻ്റെ പ്രവർത്തനം കുറച്ച് നാളത്തേക്ക് മാത്രമാണോ, ഇത് കടലാസിൽ മാത്രം ഒതുങ്ങുന്നൊരു കമ്പനിയായിരുന്നു. ഇത്തരം നിരവധിയായ സംശയങ്ങൾ EDക്ക് മുന്നിലുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ED ഒന്നും തന്നെ പുറത്തേക്ക് വിടുന്നില്ല. EDയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈ